ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മൾ സെക്ഷൻ 113ന്റെ സബ് സെക്ഷൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സെക്ഷൻ 113ൽ പറഞ്ഞത് ടെററിസ്റ്റ് ആക്ടിനെ പറ്റിയിട്ടാണ്. അതിനകത്തുള്ള സബ് സെക്ഷൻ 6 ആണ് നമ്മൾ നോക്കുന്നത്. ഇഫ് സമൺ ഹൈഡ്സ് എ ടെററിസ്റ്റ് എന്നാണ് സബ് സെക്ഷൻ 6ൽ പറയുന്നത്. ഇഫ് എ പേഴ്സൺ നോയിങ്ലി ഹൈഡ്സ് ഓർ ഷെൽട്ടേഴ്സ് എ ടെററിസ്റ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരാള് ഒരു ടെററിസ്റ്റിനെ അയാൾ ടെററിസ്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് അയാൾ ഒളിപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്കൊരു ഷെൽട്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് കിട്ടുന്ന ശിക്ഷ എന്താണ്? 3 years to life imprisonment പ്ലസ് ഫൈൻ ആയിരിക്കും. അതായത് 3 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു ടെററിസ്റ്റിനെ ഹൈഡ് ചെയ്യാന്ന് പറയുന്നത്. ഇനി അതിനുള്ള എക്സെപ്ഷൻ എന്താണ്? ദിസ് ഡസ് നോട്ട് അപ്ലൈ ഇഫ് ദ പേഴ്സൺ ഹൈഡിങ് ദ ടെററിസ്റ്റ് ഇസ് ദർ സ്പൗസ്. അതായത് ഒരു സ്പൗസ് ആണ് ഈ പറഞ്ഞ ഒരു ടെററിസ്റ്റിനെ ഹൈഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും നമുക്ക് എന്ത് വരില്ല, അവരുടെ പേരിൽ ഒരിക്കലും ഈ പറഞ്ഞ ഒഫൻസ് വരുന്നതായിരിക്കില്ല. അപ്പൊ നമ്മളിത് ഹാർബറിങ്ങിന്റെ കേസിലും പറഞ്ഞതാണ്. എന്ത്, ഇപ്പൊ ഒരു സ്പൗസ് ആണ് ഒരാളെ ഹൈഡ് ചെയ്യുന്നത്, അതായത് ഇപ്പം ഞാൻ ഹൈഡ് ചെയ്യുന്നത് എന്റെ സ്പൗസിനെയാണ് ഹൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഒഫൻസ് ആയിട്ട് എടുക്കാറില്ല. സോ ദ സെയിം ലോ അപ്ലൈസ് ഹിയർ ഓൾസോ. ദെൻ സെക്ഷൻ 7ൽ എന്താ പറയുന്നത്? ഇഫ് സമ്മൺ ഹോൾഡ്സ് പ്രോപ്പർട്ടി ഫ്രം ടെററിസം, അതായത് ടെററിസത്തിലൂടെ ആരെങ്കിലും പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇഫ് സമ്മൺ നോയിങ്ലി ഓൺസ് ഓർ ഹോൾഡ്സ് പ്രോപ്പർട്ടി ഗെയിൻഡ് ഫ്രം എ ടെററിസ്റ്റ് ആക്ട്, അതായത് എനിക്കറിയാം അതൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റി വഴി കിട്ടിയ പ്രോപ്പർട്ടി ആണെന്ന് അറിഞ്ഞുകൊണ്ടും ഞാൻ അതെന്റെ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? അപ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ് പ്ലസ് ഫൈൻ. ലൈഫ് ഇംപ്രിസൺമെന്റും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണത്. ഇനി എന്തൊരു ഇമ്പോർട്ടന്റ് നോട്ടീസ് ആണ്. ഓൺലി എ പോലീസ് ഓഫീസർ ഓഫ് ദ റാങ്ക് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, അതായത് SP or above can decide whether to register the keys under this section or under the അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1967. അതായത് ഒരു SP അല്ലെങ്കിൽ അതിന് മേലെ റാങ്ക് ഉള്ള ഒരു പോലീസ് ഓഫീസറിന് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഓക്കെ, ഈ പറഞ്ഞത് ടെററിസ്റ്റ് ആക്ട് ആണോ അല്ലയോ, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ഇത് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് ആ ഒരു റാങ്കിലുള്ള ആൾക്കാർക്ക് മാത്രമേ അത് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അത്രയാണ് ടെററിസ്റ്റ് ആക്ടിനെ പറ്റിയിട്ട് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 114. സെക്ഷൻ 114ൽ പറയുന്നത് ഹേർട്ടിനെ പറ്റിയിട്ടാണ്. അതായത് ഇഫ് സമ്മൺ കോസസ് ഫിസിക്കൽ പെയിൻ, ഇൽനെസ് ഓർ വീക്ക്നെസ് ടു അനദർ പേഴ്സൺ, ഇറ്റ് ഈസ് കോൾഡ് ഹേർട്ട്. ഹേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഫിസിക്കൽ പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടാക്കുന്നു, ഓക്കെ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ പറയുന്നത് ദാറ്റ് വൺ പേഴ്സൺ ഹാഡ് ഹേർട്ടഡ് ദി അതർ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ സ്ലാപ്സ് ബി കോസിങ് പെയിൻ ഓൺ ബീസ് ഫേസ്. എ എന്ത് ചെയ്യുകയാണ്? ബീനെ മോത്തടിക്കുകയാണ്. അപ്പൊ മോത്തടിച്ചപ്പോ എന്ത് സംഭവിച്ചു? ബീന് വേദനിച്ചു. സോ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഹാസ് കോസ്ഡ് ഹേർട്ട് ബിക്കോസ് ഇറ്റ് റിസൾട്ടഡ് ഇൻ ബോഡ്ലി പെയിൻ. എ അവിടെ ബിക്ക് ഹേർട്ട് കോസ് ചെയ്തു ബിക്കോസ് അവിടെ ബിക്ക് എന്ത് സംഭവിച്ചു? ഒരു ബോഡ്ലി പെയിൻ ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഹേർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് വോളണ്ടറിലി കോസിങ് ഹേർട്ട്. അതായത് വോളണ്ടറിലി കോസിങ് ഹേർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് നോക്കാം. സെക്ഷൻ 115ലാണ് വോളണ്ടറിലി കോസിങ് ഹേർട്ട് എന്താന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് വോളണ്ടറിലി കോസിങ് ഹേർട്ട്? എന്താണ് വോളണ്ടറിലി കോസിങ് ഹേർട്ട് എന്ന് പറഞ്ഞാല്? ഇഫ് സമ്മൺ ഇന്റൻഷനലി ഓർ നോയിങ്ലി ഡസ് സംതിങ് ദാറ്റ് കോസസ് ഹേർട്ട്, അതായത് ഇയാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇയാൾക്ക് ഇട്ടൊരെണ്ണം കൊടുക്കണം അല്ലെങ്കിൽ ഇയാൾക്ക് വേദനിക്കണം എന്നുള്ള ആ ഒരു ഇന്റൻഷനോട് കൂടി മറ്റൊരാൾക്ക് ഹേർട്ട് സംഭവിപ്പിക്കുകയാണ്. ഹേർട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? അയാൾക്ക് ബോഡിലി പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ്, എന്തെങ്കിലും വയ്യായ്മയോ അല്ലെങ്കിൽ വീക്ക്നെസ് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ വോളണ്ടറിലി കോസിങ് ഹേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ വോളണ്ടറിലി വരുമ്പോൾ അവിടെ വരുന്ന ഒരു അഡീഷണൽ വാക്കാണ് ഇന്റൻഷനലി അല്ലെങ്കിൽ നോയിങ്ലി എന്ന് പറയും. ഇനി അങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? എക്സെപ്റ്റ് ഇൻ സ്പെഷ്യൽ കേസസ്. സ്പെഷ്യൽ കേസസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അതായത് ഇപ്പം സെൽഫ് ഡിഫെൻസിന്റെ സമയത്താണ് ഞാൻ ഒരാളെ ഹേർട്ട് സംഭവിപ്പിച്ചത്, അതായത് ഒരാൾ എന്നെ അടിക്കാൻ വന്നപ്പോഴാണ് ഞാൻ അയാളെ തിരിച്ചടിച്ചത്. അവിടെ ഇപ്പം എന്ത് അപ്ലൈ ചെയ്തു? സെൽഫ് ഡിഫെൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞാൻ ഒരാൾക്ക് ഹേർട്ട് ചെയ്താല് അതെന്താകില്ല, അതൊരു ഒഫൻസ് ആയിട്ട് മാറില്ല, ബിക്കോസ് അത് സെൽഫ് ഡിഫെൻസ് ആണ്, അതൊരു സ്പെഷ്യൽ കേസ് ആണ്. അപ്പൊ എനിക്ക് പണിഷ്മെന്റ് ഉണ്ടാവില്ല. അല്ലാതെ അയാൾ എന്നെ ഒന്നും ചെയ്യാണ്ട് ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മനസ്സിൽ വെച്ച് ഗ്രഡ്ജ് വെച്ചിട്ടാണ് ഞാൻ അയാളെ പോയി അടിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും?
അപ് ടു 1 year in jail or fine up to ₹10,000 or both. അതായത് 1 വർഷം വരെ തടവും അല്ലെങ്കിൽ 10,000 രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ് വോളണ്ടറിലി കോസിങ് ഹേർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സെക്ഷൻ 116. സെക്ഷൻ 116 നമ്മൾ പറയുന്നത് ഗ്രീവിയസ് ഹേർട്ടിനെ പറ്റിയിട്ടാണ്. എന്താണ് ഗ്രീവിയസ് ഹേർട്ട്? Only the following types of injuries are called grievous. അതായത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി ആഴമേർന്ന ഹേർട്ടാണ് ഗ്രീവിയസ് ഹേർട്ടിന്റെ അണ്ടറിൽ വരുന്നത്. എന്തൊക്കെ വരും അപ്പോ? ലോസ് ഓഫ് ദ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ്. അത് ഇന്ന സിംഗിൾ വേർഡിൽ പറയുകയാണെങ്കിൽ എമാസ്കുലേഷൻ എന്ന് പറയാൻ പറ്റും. അതായത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുക. ഡയമണ്ട് നെക്ലസ് മൂവി ഓർത്താൽ മതി. അല്ലെങ്കിൽ പെർമനന്റ് ലോസ് ഓഫ് വിഷൻ ഇൻ വൺ ഐ. ഒരു കണ്ണിന്റെ കാഴ്ച പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെടുക. അല്ലെങ്കിൽ പെർമനന്റ് ലോസ് ഓഫ് ഹിയറിംഗ് ഓഫ് 1 ear. അതായത് ഒരു ചെവിന്റെ കേൾവി പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെടുക. അല്ലെങ്കിൽ ലോസ് ഓഫ് എനി ബോഡി പാർട്ട് ഓർ ജോയിന്റ്. നമ്മളുടെ ദേഹത്തിലെ ഏതെങ്കിലും ബോഡി പാർട്ടോ അല്ലെങ്കിൽ ജോയിന്റിനോ ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അതിന്റെ എന്താ പ്രവർത്തനം ഇങ്ങനെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാതൊക്കെ വരാണ്ടല്ലോ, തളർന്നു പോവുക, അതൊക്കെ സംഭവിക്കുക. അല്ലെങ്കിൽ പെർമനന്റ് ഡാമേജ് ദ ഫംഗ്ഷൻ ഓഫ് എനി ബോഡി പാർട്ട് ഓർ ജോയിന്റ്. അതായത് ഡാമേജ് സംഭവിക്കുക എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് ഇപ്പൊ കൈ പൊക്കാൻ പറ്റാതാവുക അല്ലെങ്കിൽ നടക്കാൻ പറ്റാതാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഇപ്പൊ ഉള്ളില് ഇന്നർ സംഭവം സംഭവിക്കാമല്ലോ, ലൈക്ക് തലയ്ക്ക് കടി ഉണ്ടാക്കിയിട്ട് ഉള്ളില് ബ്ലീഡിംഗ് ഒക്കെ വരാം, അല്ലെങ്കിൽ മേത്തൊക്കെ ഉള്ളില് ബ്ലീഡിങ് വരുമല്ലോ. അങ്ങനെ എന്തെങ്കിലും കാരണം ബോഡി പാർട്ടിനോ അല്ലെങ്കിൽ ജോയിന്റിനോ എന്തെങ്കിലും പെർമനന്റ് ഡാമേജ് സംഭവിക്കുക. അല്ലെങ്കിൽ പെർമനന്റ് ഡാമേജ് ദ അപ്പിയറൻസ് ഓഫ് ദി ഹെഡ് ഓർ ഫേസ്. അതായത് ഡിസ്ഫിഗറേഷൻ സംഭവിപ്പിക്കുക. നമ്മുടെ മുഖത്തിന്റെ പഠിച്ചു മോന്തയുടെ ഷേപ്പ് മാറ്റും എന്നൊക്കെ പറയില്ല, അപ്പൊ അതാണ് പെർമനന്റ് ഡാമേജ് ദ അപ്പിയറൻസ് ഓഫ് ദി ഹെഡ് അല്ലെങ്കിൽ ഫേസ്. തലയ്ക്കോ അല്ലെങ്കിൽ മുഖത്തിനോ അതിന്റെ അപ്പിയറൻസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിപ്പിക്കുക. അല്ലെങ്കിൽ ബ്രോക്കൺ ഓർ ഡിസ്ലൊക്കേറ്റഡ് ബോൺ ഓർ ട്യൂത്ത്. നമ്മുടെ ദേഹത്ത് നമുക്കറിയാം ഏറ്റവും വേദന വരുന്ന 2 ബോഡി പാർട്സ് ആണ് ഈ പറഞ്ഞ ബോണും ട്യൂത്തും. അതൊന്നെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒടിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്നതാണെങ്കിൽ നമ്മളത് ഗ്രീവിയസ് ഹേർട്ട് എന്ന് പറയും. അല്ലെങ്കിൽ എനി ഇഞ്ചുറി, ഏതൊരു ഇഞ്ചുറി ആയിക്കോട്ടെ, ദാറ്റ് പുട്സ് ലൈഫ് ഇൻ ഡേഞ്ചർ, നമ്മുടെ ലൈഫ് ഡേഞ്ചറിലാക്കും. അല്ലെങ്കിൽ കോസസ് സിവിയർ പെയിൻ ഫോർ 15 days, 15 ദിവസം വരെ നമുക്ക് അതിന്റെ ആ ഒരു സിവിയർ പെയിൻ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ സ്റ്റോപ്സ് ദ പേഴ്സൺ ഫ്രം ഡൂയിങ് നോർമൽ ഡെയിലി ആക്ടിവിറ്റീസ് ഫോർ 15 days. അല്ലെങ്കിൽ 15 ദിവസത്തോളം ഇപ്പൊ ഞാനിപ്പം ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ആ ഒരു 15 ദിവസം എനിക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു നോർമൽ ഡെയിലി ആക്ടിവിറ്റി, ജോലിയല്ല നോർമൽ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ നടക്കാൻ പറ്റുക, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. എന്തെങ്കിലുമൊക്കെ ഒടിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ പെയിൻ ഗ്രീവിയസ് ഹേർട്ടിന്റെ വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹേർട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, a person is said to voluntarily cause grievous hurt when. എപ്പോഴാണ് ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണ് വോളണ്ടറിലി ഈ പറഞ്ഞ ഗ്രീവിയസ് ഹേർട്ട് സംഭവിപ്പിക്കുന്നത്? ഹി കോസസ് ഗ്രീവിയസ് ഹേർട്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഗ്രീവിയസ് ഹേർട്ട്, ഈ പറഞ്ഞ ആ കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു സംഭവം മറ്റൊരു പേഴ്സണ് ആക്കണം. And he either intends or cause grievous hurt or knows that his action are likely to cause grievous hurt. അതായത് ഇന്റൻഷനോട് കൂടി, ഓക്കെ, അടിച്ചവന്റെ കൈ ഒടിക്കണം അല്ലെങ്കിൽ അടിച്ചു മോന്തയുടെ ഷേപ്പ് മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയിട്ട് ഈ പറഞ്ഞ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് അത് വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹേർട്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇവിടെ വോളണ്ടറിലി എന്ന് പറയുമ്പോൾ അവിടെ ഇന്റൻഷനും കൂടി വരും. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്, a person is not guilty under this section unless both the injury caused is grievous hurt and he intended or knew it was likely to happen. ഈ ഒരു സെക്ഷന്റെ അണ്ടറിൽ ഒഫൻസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അയാൾ ഗിൽറ്റി ആകണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്തിരിക്കണം? ഫസ്റ്റ് കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ അയാൾ ഗ്രീവിയസ് ഹേർട്ട് സംഭവിപ്പിച്ചിട്ടുണ്ടാകണം. രണ്ടാമത് പറയുന്നത് അയാൾ ആ ഒരു ഇന്റൻഷനോട് കൂടി ആയിരിക്കണം ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ടാവുന്നത്.
Even if the type of grievous hurt caused is different from the one intended or expected, it still counts as voluntarily causing grievous hurt. അതായത് ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് അയാളുടെ കയ്യോ കാലോ ഒടിക്കാനാണ്, പക്ഷെ സംഭവിപ്പിച്ചപ്പോ അല്ലെങ്കിൽ ചെയ്തു വന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്, അയാളുടെ ഏതെങ്കിലും ബോൺ അല്ലെങ്കിൽ ഏതെങ്കിലും അടിച്ചപ്പോ അയാളുടെ ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെടാണ് ചെയ്തത്. ഓക്കെ, എന്റെ ഇന്റൻഷൻ അവിടെ എന്തായിരുന്നു എന്ന് വെച്ചാൽ അയാളുടെ കയ്യോ കാലോ ഒടിക്കണം എന്നായിരുന്നു. പക്ഷെ ഒബിയസ്ലി നമുക്കറിയാം ഈ ഇടി നടക്കുന്ന സമയത്ത് എന്താ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചു, അറിയാണ്ട് മുഖത്തടി വീണു, അയാളുടെ ചെവിയിലാണ് അടി വീണത്, അയാളുടെ കേൾവി നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ദാറ്റ് ഓക്കെ എന്റെ ഉദ്ദേശം അതായിരുന്നില്ല, എന്റെ ഉദ്ദേശം കയ്യോ കാലോ ഒടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഡിഫൻസ് എടുക്കാൻ പറ്റില്ല. സോ അതാ പറയുന്നത്, നമ്മളുടെ ഇന്റൻഷൻ ഈ പറഞ്ഞ ഗ്രീവിയസ് ഹർട്ടിൽ ഏതെങ്കിലും ഒന്നായിരുന്നു, പക്ഷെ സംഭവിച്ചത് വേറെ ഏതെങ്കിലും ആണെങ്കിലും നമുക്ക് അവിടെ ആ ഒരു ഡിഫൻസ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓക്കെ, even if the type of grievous hurt caused is different from the one intended or expected, it still counts as voluntarily causing grievous hurt എന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ്, if someone hits a person intending to break their arm, which is grievous hurt, but instead breaks their nose, also grievous hurt, they are still said to have voluntarily caused grievous hurt. കൈ ഒടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാളുടെ ഉദ്ദേശം, പക്ഷെ ആക്സിഡന്റലി അല്ലെങ്കിൽ അതിന് പകരം എന്താ സംഭവിച്ചത്, അയാളുടെ മൂക്കിന്റെ പാല ഒടിയുകയാണ് സംഭവിച്ചത്, അതും ഒരു ഗ്രീവിയസ് ഹേർട്ട് ആണ്. സോ ഇവിടെ ആ പേഴ്സൺ എന്താണ്, ഹി ഈസ് ഗിൽറ്റി ഓഫ് കമ്മിറ്റിംഗ് voluntarily causing grievous hurtന് ഗിൽറ്റി ആണ്. A person voluntarily causing grievous hurt if ഇതൊരു നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു സിമ്പിൾ വേർഷൻ ആണ്. A person എപ്പോഴാണ് voluntarily grievous hurt സംഭവിപ്പിക്കുന്നത്, he causes grievous hurt and he intended to cause it or knew his actions were likely to cause it. അതൊക്കെ അവന് അറിയായിരുന്നു. ഇതാണ് രണ്ട് കണ്ടീഷൻസ്. And even if the type of grievous hurt caused is different from what was intended, it still consider എന്താണ് grievous hurt ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനെ കുറച്ച് ഇല്ലസ്ട്രേഷൻസ് നോക്കാം. A hits Z trying to permanently disfigure his face. അതെന്താണ്, voluntarily causing grievous hurtന്റെ അണ്ടറിൽ വരും. A Zനെ അടിക്കുകയാണ്, അയാളുടെ ഇന്റൻഷൻ എന്താണ്, അയാളുടെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അടിച്ചു. Z is not disfigured but suffers severe pain for 15 days. പക്ഷെ ഇവിടെ Zന്റെ ഡിസ്ഫിഗർ ഒന്നും സംഭവിച്ചില്ല, പകരം അയാൾക്ക് 15 ദിവസത്തേക്ക് ആ ഒരു സിവിയർ പെയിന് സഹിക്കേണ്ടതായിട്ട് വന്നു. സിൻസ് ദിസ് ഇസ് വൺ ടൈപ്പ് ഓഫ് ഗ്രീവിയസ് ഹേർട്ട്, അതും എന്താണ് ഒരു ടൈപ്പ് ഓഫ് ഗ്രീവിയസ് ഹേർട്ട് ആയതുകൊണ്ട് തന്നെ എ അവിടെ എന്തായി മാറി, എ ഗിൽറ്റി ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു ഇലസ്ട്രേഷൻ ആണ്. നമുക്ക് പണിഷ്മെന്റിലേക്ക് പോകാം. നോർമൽ കേസിൽ കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? നോർമൽ കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് സമ്മൺ വോളണ്ടറിലി കോസസ് ഗ്രീവിയസ് ഹേർട്ട്, നോട്ട് ഇൻ സ്പെഷ്യൽ കേസ്. സ്പെഷ്യൽ കേസ് എന്ന് വെച്ചാൽ സെൽഫ് ഡിഫൻസ് എടുക്കുന്നതാണ് സ്പെഷ്യൽ കേസ്. അങ്ങനെയല്ല, മറ്റൊരാൾ അല്ലാണ്ട് പോയിട്ട് ഗ്രീവിയസ് ഹേർട്ട് സംഭവിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ they can be jailed for up to 7 years. 7 വർഷം വരെ തടവും. They may also have to pay fine. ചിലപ്പോ അയാള് ഫൈനും അടയ്ക്കേണ്ടതായിട്ട് വരുന്ന ഒരു ഒഫൻസ് ആണ്. ഇനി സിവിയർ കേസിൽ ഉള്ള പണിഷ്മെന്റ് എന്താണ്? ഇഫ് ദ ഹേർട്ട് കോസസ് പെർമനന്റ് ഡിസബിലിറ്റി, അതായത് ജീവിതകാലം മുഴുവൻ അയാൾക്ക് ഡിസബിലിറ്റി സംഭവിച്ചു, കയ്യോ കാലോ ഒടിഞ്ഞ മീൻസ് തളർന്നു പോകുക, അതായത് ഇനി അത് ശരിയാവില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് മാറി. അല്ലെങ്കിൽ ദ പേഴ്സൺ എൻറ്റേഴ്സ് എ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്, അതായത് കോമയിലേക്ക് മാറി, അടിച്ച് അയാളെ കോമയിലാക്കി. അപ്പൊ അതൊക്കെ എന്താ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള കേസസ് ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും? മിനിമം 10 years ഓഫ് റിഗറസ് ഇംപ്രിസൺമെന്റ്. റിഗറസ് ഇംപ്രിസൺമെന്റ് ആയിരിക്കും, അതും മിനിമം കിട്ടുന്നത് 10 വർഷമായിരിക്കും. മേ ഗോ അപ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തം വരെ പോകാൻ പറ്റും. ലൈഫ് ഇംപ്രിസൺമെന്റ് ഹിയർ മീൻസ് ടിൽ ദി എൻഡ് ഓഫ് ദി പേഴ്സൺസ് ലൈഫ്. ഇവിടെ ലൈഫ് ഇംപ്രിസൺമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു പേഴ്സൺ എത്ര നാൾ ജീവിച്ചിരിപ്പുണ്ടോ അത്ര നാൾ അയാൾ ജയിലിനുള്ളിൽ കഴിയേണ്ടതായിട്ട് വരും. ഇനി ഗ്രൂപ്പ് അറ്റാക്ക് ബേസ്ഡ് ഓൺ ഡിസ്ക്രിമിനേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിലോ, ഇഫ് 5 or more people together cause grievous hurt to someone because of their caste, religion, sex, language, place of birth, beliefs, etc. അതായത് ഒരു 5 അതിൽ കൂടുതലോ ആൾക്കാർ എന്ത് ചെയ്യാണ്? മറ്റൊരാളെ ഹേർട്ട് ചെയ്യാണ്. എന്ത് ഹേർട്ട്? ഗ്രീവിയസ് ഹേർട്ട് സംഭവിപ്പിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? ഈ അടിക്കണ ആളുടെ
കാസ്റ്റോ റിലീജിയനോ സെക്സ് ലാംഗ്വേജ് പ്ലേസ് ഓഫ് ബർത്ത് ബിലീഫ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം കാരണമായിരിക്കും ഈ പറഞ്ഞ ഗ്രൂപ്പായിട്ട് ആൾക്കാർ വന്ന് അയാളെ അടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ പേഴ്സണും ആ ഗ്രൂപ്പിലുള്ള ഓരോ പേഴ്സണും ആ ഒരു ഒഫൻസിന് ഗിൽറ്റി ആയിരിക്കും. ആൻഡ് അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? അപ് ടു 7 years in jail പ്ലസ് ഫൈൻ. 7 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് സെക്ഷൻ 118. സെക്ഷൻ 118 എന്താ പറയുന്നത്? വോളണ്ടറിലി കോസിങ് ഹേർട്ട് ഓർ ഗ്രീവിയസ് ഹേർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺസ് ഓർ മീൻസ്. അതായത് ഡേഞ്ചറസ് വെപ്പൺസ് അല്ലെങ്കിൽ മീൻസ് ഉപയോഗിച്ച് ഒരാളെ ഗ്രീവിയസ് ഹേർട്ട് സംഭവിപ്പിക്കുന്നു അല്ലെങ്കിൽ ഹേർട്ട് സംഭവിപ്പിക്കുന്നു. അതും എങ്ങനെയാണ്? വോളണ്ടറിലി, ഇന്റൻഷനോട് കൂടിയാണ് സംഭവിപ്പിക്കുന്നത്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് സെക്ഷൻ നോക്കാം. കോസിങ് ഹേർട്ട് യൂസിങ് ഡേഞ്ചറസ് വെപ്പൺസ് ഓർ സബ്സ്റ്റൻസസ്. ഒരു ഡേഞ്ചറസ് വെപ്പൺസോ അല്ലെങ്കിൽ സബ്സ്റ്റൻസോ യൂസ് ചെയ്ത് ഒരാൾക്ക് ഹേർട്ട് സംഭവിപ്പിക്കുക. ഇവിടെ ഹേർട്ടിന്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ if a person voluntarily causes hurt not covered under section 122 clause 1. section 122 clause 1 എന്താ പറയുന്നത്? ആ പറഞ്ഞ സ്പെഷ്യൽ കേസസ് ആണ്, സെൽഫ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്നതല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈ പറഞ്ഞ വെപ്പൺസ് വരുന്നത്? വെപ്പൺസ് ലൈക്ക് ഗൺസ്, knives, sharp tools, fire or anything hot, poison or corrosive substances like acid, explosives. ഇതൊക്കെയാണ് എന്ത്? ഡേഞ്ചറസ് വെപ്പൺസ് ആയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ഹാർംഫുൾ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ഡേഞ്ചറസ് ടു ബ്രീത്ത് ഇൻ, swallow or that enter the blood. അതായത് നമ്മളുടെ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ ബ്രീത്ത് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫുഡ് വഴിയൊക്കെ പോയിസൺ ഒക്കെ കൊടുക്കില്ലേ, അതൊക്കെ വരും. അതാണ് ഈ ഹാർംഫുൾ സബ്സ്റ്റൻസിൽ പറയുന്നത്. ദെൻ ആനിമൽസിൽ പറയുന്നത് ഇപ്പം പട്ടീനൊക്കെ വിട്ട് ആൾക്കാർ കടിപ്പിക്കില്ലേ, അതൊക്കെയാണ് ആനിമൽസിൽ വരുന്നത്. ലൈക്ക് യൂസിങ് എ ഡോഗ് ടു അറ്റാക്ക് സമ്മൺ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പൊ സ്നേക്കിനൊക്കെ വിട്ട് കടിപ്പിക്കാറില്ല, അതൊക്കെ ഇപ്പൊ ആനിമൽസിന്റെ അണ്ടറിൽ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹേർട്ട് സംഭവിപ്പിക്കുകയാണ്. ഇവിടെ ഹേർട്ടിന്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഹേർട്ട് സംഭവിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും? അപ് ടു 3 years in jail, 3 വർഷം വരെ തടവും അല്ലെങ്കിൽ ഫൈൻ അപ് ടു 20,000 rupees, 20,000 രൂപ വരെ ഫൈനും അല്ലെങ്കിൽ രണ്ടും കൊടുക്കുന്ന ഒരു ഒഫൻസ് ആണ്. ഓക്കെ, അടുത്തതാണ് കോസിങ് ഗ്രീവിയസ് ഹേർട്ട് യൂസിങ് ഡേഞ്ചറസ് വെപ്പൺസ്. ഗ്രീവിയസ് ഹേർട്ട് ഉപയോഗിച്ചിട്ട് ഡേഞ്ചറസ് വെപ്പൺസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡേഞ്ചറസ് മീൻസ് വഴി ഗ്രീവിയസ് ഹേർട്ട് സംഭവിപ്പിക്കുക. ഇഫ് എ പേഴ്സൺ നോട്ട് അണ്ടർ സെക്ഷൻ 122 clause 2 voluntarily causes grievous hurt using any of the above methods, then the punishment is stricter ആയിരിക്കും. അതായത് ഹേർട്ട് സംഭവിപ്പിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി സീരിയസ് പണിഷ്മെന്റ് ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഗ്രീവിയസ് ഹേർട്ട് സംഭവിപ്പിച്ചാൽ കൊടുക്കുന്നത്. അപ്പൊ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും? ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തം, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ഫോർ അറ്റ്ലീസ്റ്റ് 1 year വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10 years. അതായത് അറ്റ്ലീസ്റ്റ് 1 വർഷം, അല്ലെങ്കിൽ അത് എത്ര വർഷം വരെ പോകാം? 10 വർഷം വരെ ഇംപ്രിസൺമെന്റ് പോകാൻ പറ്റും. ഓൾസോ അതിന്റെ കൂടെ അയാൾ ഫൈനും പേ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു ഒഫൻസ് ആണ് ഗ്രീവിയസ് ഹേർട്ട് സംഭവിപ്പിച്ചാല്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ 119. സെക്ഷൻ 119 എന്താ പറയുന്നത്? voluntarily causing hurt or grievous hurt to extort property or to constrain to an illegal act. അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് അയാളുടെ പ്രോപ്പർട്ടി തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഇല്ലീഗൽ ആക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഹേർട്ട് അല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് സംഭവിപ്പിക്കുന്നു. അതായത് ഒരാളെ വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അയാളെ ഉപദ്രവിച്ചിട്ട് അയാളെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കുന്നു. അതും ഇവിടെ വോളണ്ടറിലി ആണ്, വിച്ച് മീൻസ് ഇന്റൻഷനോട് കൂടിയാണ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് സെക്ഷൻ എന്താ? കോസിങ് ഹേർട്ട് ടു എക്സ്റ്റോർട്ട് ഓർ ഫോഴ്സ്. If someone intentionally causes hurt to a person in order to take money, property or valuable items from the victim or someone related to them, or to force them or their relatives to do something illegal or something that helps in committing a crime. അതായത് ഒരു പേഴ്സൺ എന്ത് ചെയ്യുകയാണ്? ഇന്റൻഷനോട് കൂടി മറ്റൊരാളെ ഹേർട്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബോഡിലി ഇഞ്ചുറി അല്ലെങ്കിൽ ഇൽനെസ് അല്ലെങ്കിൽ വീക്ക്നെസ് ഒരു പേഴ്സണിനകത്ത് ആക്കി കൊടുക്കുന്നതിനാണ് നമ്മൾ ഹേർട്ട് ഉണ്ടാക്കുക എന്ന് പറയുക, അല്ലെങ്കിൽ ഒരാളെ ഹേർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇന്റൻഷനലി ഒരു പേഴ്സൺ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അയാളുടെ കയ്യിൽ നിന്ന് പൈസയോ അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യുബിൾ ഐറ്റംസ് ആ ഒരു വിക്ടിമിന്റെ കയ്യിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വിക്ടിമിന്റെ ഏതെങ്കിലും
റിലേറ്റഡ് ആയിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണെ നമ്മൾ ഹേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഫോഴ്സ് ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ആളെ കൊണ്ട് ഇല്ലീഗൽ ആക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ചാൽ ഇതിനൊക്കെയാണ് നമ്മൾ ഈ സെക്ഷൻ 119 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും? ജയിൽ ഫോർ അപ് ടു 10 years, 10 വർഷം വരെ തടവും. അതുപോലെ തന്നെ ദ പേഴ്സൺ മേ ഓൾസോ ഹാവ് ടു പേ എ ഫൈൻ, അയാള് ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരുന്ന ഒരു ഒഫൻസ് ആണ് സെക്ഷൻ 119 പറയുന്നത്. ഇനി ഇയാൾ ഗ്രീവിയസ് ഹേർട്ട് ആണ് സംഭവിപ്പിക്കുന്നതെങ്കിലോ, ഈ സെയിം കാരണത്തിന് തന്നെ ഇയാൾ ഗ്രീവിയസ് ഹേർട്ട് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? If the person causes grievous hurt, അതായത് സീരിയസ് ഇഞ്ചുറി ഫോർ ദ സെയിം റീസൺ എന്താണ്? എക്സ്റ്റോർഷൻ അല്ലെങ്കിൽ ഫോഴ്സിന്. എക്സ്റ്റോർഷൻ എന്ന് വെച്ചാൽ ആളുടെ നിന്ന് പ്രോപ്പർട്ടി, മണി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തട്ടിയെടുക്കാൻ ഫോഴ്സ് ഉപയോഗിക്കാന്ന് വെച്ചാൽ ഒരാളെ ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നു. ഈ രണ്ട് കാരണത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഗ്രീവിയസ് ഹേർട്ട്, അതായത് സീരിയസ് ഇഞ്ചുറി സംഭവിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും? ലൈഫ് ഇംപ്രിസൺമെന്റ്, ഒന്നെങ്കിൽ ജീവപര്യന്തം അല്ലെങ്കിൽ ജയിൽ ഫോർ അപ് ടു 10 years, 10 വർഷം വരെ തടവും പ്ലസ് ഫൈൻ. അത് കൂടാണ്ട് ഒരു ഫൈനും അടയ്ക്കേണ്ട ഒരു ഒഫൻസ് ആണത്. സെക്ഷൻ 120 വോളണ്ടറിലി കോസിങ് ഹേർട്ട് ഓർ ഗ്രീവിയസ് ഹേർട്ട് ടു എക്സ് പ്രോപ്പർട്ടി. അതായത് നമ്മൾ മറ്റൊരാളുടെ അടുത്തുനിന്ന് സത്യം അറിയിപ്പിക്കാൻ വേണ്ടി, അതായത് ഒരാളെ കൺഫസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളെ ഹേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് ചെയ്യുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പ്രോപ്പർട്ടി തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്, റിസ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഹേർട്ടോ ഗ്രീവിയസ് ഹേർട്ടോ വോളണ്ടറിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 120 പറയുന്നത്. ഇഫ് എ പേഴ്സൺ ഇന്റൻഷനലി causes hurt to someone, അത് നമ്മൾ ഹേർട്ട് ആണ് പറയുന്നത്. hurt to someone in order to force a confession or get information that may help find out about a crime or wrongdoing. അതുകൊണ്ടല്ലേ നമ്മൾ പറയില്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പ്രതികളെ അടിക്കാൻ പാടില്ല, സത്യം പറയിപ്പിക്കാൻ വേണ്ടി അടിക്കാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ? അപ്പൊ അതാണ്, ഒരു പേഴ്സണും ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞ കൺഫെഷൻ ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സത്യം, ഇൻഫർമേഷൻ, എന്ത് കാര്യങ്ങള് ഒരു പേഴ്സന്റെ കയ്യിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാളെ നമ്മൾ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അയാളെ ഫോഴ്സ് ദ പേഴ്സൺ ഓർ സമ്മൺ റിലേറ്റഡ് ടു ദാറ്റ് പേഴ്സൺ എന്തിനു വേണ്ടിയിട്ട്? റിട്ടേൺ പ്രോപ്പർട്ടി ഓർ മണി, പൈസയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഹേർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഫുൾഫിൽ എ ഡിമാൻഡ് ഓർ ക്ലെയിം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മളൊരു ഡിമാൻഡ് വെക്കും, അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പൂർത്തിയാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഹേർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഗീവ് ഇൻഫർമേഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് ബാക്ക് പ്രോപ്പർട്ടി ഓർ മണി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പ്രോപ്പർട്ടിയോ മണിയോ തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ പേഴ്സന്റെ കയ്യിൽ നമുക്ക് എന്ത് കിട്ടണം? ഒരു ഇൻഫർമേഷൻ കിട്ടണം. അത് കിട്ടാൻ വേണ്ടി നമ്മൾ അയാളെ എന്ത് ചെയ്യുന്നു? ഹേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന പണിഷ്മെന്റ്, അതായത് ആ പേഴ്സണെ ഹേർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? അപ് ടു 7 years ഇൻ ജയിൽ, 7 വർഷം വരെ തടവും. ആൻഡ് ദ പേഴ്സൺ മേ ഓൾസോ ഹാവ് ടു പേ എ ഫൈൻ, അയാള് ഫൈനും അടയ്ക്കേണ്ടതായിട്ട് വരുന്ന ഒരു ഒഫൻസ് ആണ്. ഇൻ ഷോർട്ട്, നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്? ഹേർട്ടിംഗ് സമ്മൺ ടു മേക്ക് ദം കൺഫെസ്, ഗീവ് ഇൻഫർമേഷൻ ഓർ റിട്ടേൺ പ്രോപ്പർട്ടി ഇസ് എ സീരിയസ് ഒഫൻസ്. ഓക്കെ, ഈ പറഞ്ഞ ഒരാളെ കൊണ്ട് കൺഫസ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ഒരാളെ നമ്മൾ ഹേർട്ട് ചെയ്യുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. ഈവൻ ഇഫ് ചിലപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയാണ് അയാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൂടിയും അയാൾ നമ്മൾ ഹേർട്ട് ചെയ്താൽ അതൊരു ഒഫൻസ് ആയിട്ട് മാറും. ആൻഡ് ഇറ്റ് ഇസ് എ സീരിയസ് ഒഫൻസ്. കുറച്ച് ഇലുസ്ട്രേഷൻസ് ആണ്. എ പോലീസ് ഓഫീസർ ടോർച്ചേഴ്സ് Z ടു മേക്ക് ഹിം കൺഫസ് ടു എ ക്രൈം. A is guilty. A എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസർ ആണ്. A എന്ത് ചെയ്യുന്നു? Z എന്ന് പറഞ്ഞ ഒരു പ്രതിനെ അല്ലെങ്കിൽ ഒരു അക്യൂസ്ഡിനെ ടോർച്ചർ ചെയ്യുകയാണ്, അതായത് ഹേർട്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കുറ്റസമ്മതം നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ A എന്താണ്? A is guilty of voluntarily causing grievous hurt അല്ലെങ്കിൽ hurt for confessing എന്നുള്ള ഒഫൻസിൽ A അവിടെ ഗിൽട്ടി ആയിരിക്കും. ഇനി നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. A police officer tortures B. A എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ ബിനെ ടോർച്ചർ ചെയ്യാണ്. ടു മേക്ക് ഹിം ഷോ വെയർ സ്റ്റോളൻ പ്രോപ്പർട്ടി ഈസ് ഹിഡൻ. അതായത് ബി ഒരു കള്ളനാണ് അല്ലെങ്കിൽ ഒരു അക്യൂസ്ഡ് പേഴ്സൺ ആണ്. അയാൾ എവിടെയാണ് ഈ
കട്ടോണ്ട് പോയ അല്ലെങ്കിൽ മോഷ്ടിച്ച സാധനം എവിടെ കൊണ്ടായിട്ടാണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എ എന്ത് ചെയ്യുന്നു, ബീനെ ടോർച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ അവിടെ ഗിൽറ്റിയാണ്. നെക്സ്റ്റ് ആണ് എ റവന്യൂ ഓഫീസർ ടോർച്ചേഴ്സ് സി ടു മേക്ക് ഹിം പേ ടാക്സ് ഡ്യൂട്ടീസ്. എ എന്ന് പറയുന്നത് ഇവിടെ ഒരു റവന്യൂ ഓഫീസർ ആണ്. അയാള് സി എന്ന് പറഞ്ഞ ഒരാളെ ടോർച്ചർ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്താലും എന്താണ്? എ അവിടെ ഗിൽറ്റിയാണ്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് എന്താ, അയാൾ സത്യം പറയിപ്പിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നത്. പക്ഷെ ആ ഒരു വേ എന്താണ്, അത് തെറ്റാണ്. മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നത് തെറ്റാണ്. സോ ഇറ്റ് വിൽ ബിക്കം എ ഒഫൻസ്. ദെൻ കോസിങ് ഗ്രീവിയസ് ഹേർട്ട് ഫോർ ദീസ് റീസൺസ്. ഇനി ആ ഒരു പേഴ്സണെ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി, ഗ്രീവിയസ് ഹേർട്ട് എന്തൊക്കെയാണെന്ന് അറിയാലോ, അയാളെ ഇമാസ്കുലേഷൻ സംഭവിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തുക, കേൾവി നഷ്ടപ്പെടുത്തുക, അങ്ങനെ കുറച്ചുകൂടി സീരിയസ് ഇഞ്ചുറി ആണ് അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും? അപ് ടു 10 years ഇൻ ജയിൽ പ്ലസ് എ ഫൈൻ. 10 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത